ഇന്നൊരു ദിവസം മാൽദീവ്സിൽ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. ഒരു 4-5 മണിക്കൂറോളം കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഓഫീസിൽ ഒരു ഉച്ചയോടുകൂടി തന്നെ ഓഫീസെല്ലാം ക്ലോസ് ചെയ്തു. പവർ ഹൗസിലുണ്ടായ എന്തോ ഇഷ്യൂ ആയിരുന്നു. അതാ ഇപ്പം സമയം ഏകദേശം 6 മണി കഴിഞ്ഞ് ഇപ്പോഴാണ് മാലിയിൽ പവറൊക്കെ വന്നത്. ഈ കാണുന്ന ബോർഡൊക്കെ കണ്ടില്ലേ, ഈദുൽ ഫിത്തറിൻ്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻ ബോർഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് മാൽദീവ്സിലൊരു പാർക്കാണ്. അപ്പോൾ ഇപ്പോൾ കറണ്ടെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ ഈ പിറകെ കാണുന്നതാണ് പണ്ടത്തെ പ്രസിഡൻറ്റ് ജെട്ടിയായിരുന്നത്. ഇപ്പോൾ ഇത് പുതുക്കിയിട്ട് പണിതാണ് ഈ കാണുന്നത്. വളരെ കടലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകളൊക്കെ മാലേ സിറ്റിയിൽ വരുമ്പോൾ ഈ പറയുന്ന മാലേ സിറ്റിയുടെ പ്രധാന അട്രാക്ഷൻസായ ഇവിടങ്ങളിലൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ കാണുന്നതാണ് മാൽദീവ്സിലെ MMA. നമ്മളവിടുത്തെ RBI ഒക്കെ പറയുന്നത് പോലെ ഈ കാണുന്ന ബിൽഡിങ്, ആ ഒരു ബ്ലാക്ക് കളർ കാണുന്നില്ല, അതാണ് ഇവിടുത്തെ മാൽദീവ്സ് മോണിറ്ററിയുടെ ഓഫീസ്. ഞാൻ പറഞ്ഞ ഈ പ്രസിഡൻറ്റ് ജെട്ടിക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ പേര് ഇസുദ്ദീൻ ജെട്ടി എന്നാണ്. വളരെ മനോഹരമായ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് കാണാം. ഇപ്പം മഴക്കോളായതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു നീല നിറം ആക്ച്വലി കിട്ടാത്തത്. ഇതാണ് മാലേ സിറ്റിയുടെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ കാണുന്നത് ജെട്ടികളാണ്. പല റിസോർട്ടിലേക്കും അതുപോലെ തന്നെ ഐലൻഡുകളിലേക്കുമൊക്കെ അവധിക്കാലത്ത് ഇവിടെ നിന്നാണ് സ്പീഡ് ബോട്ടുകളൊക്കെ പോകാറുള്ളത്. ആ കാണുന്നതാണ് മാർക്കറ്റ്. ആ ഒരു ഗ്രീൻ കളർ ബിൽഡിംഗ് നിങ്ങൾക്ക് ദൂരെ നിന്നാൽ കാണാമല്ലോ, വിദൂരതയിലേക്ക്. ആ കാണുന്നതാണ് മാൽദീവ്സിലെ മാർക്കറ്റ് കേട്ടോ. ഒരുപാട് സ്പീഡ് ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. കുറച്ച് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. ഒരു മെയിൻ ഫോട്ടോ സ്പോട്ട് കൂടിയാണ് മാലിയുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. മാലേ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെട്ടി നമ്പർ 1 എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. MMA ഓഫീസിന് തൊട്ടടുത്തായിട്ടാണ് ഈ ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. കാണുന്നത് ഒരു പോലീസ് ആസ്ഥാന ബിൽഡിംഗാണ്. അപ്പോൾ മാലിയുടെ ഒരു പ്രധാന ഭാഗം എന്ന് തന്നെ ഈ ഏരിയ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതാണ് ജെട്ടി നമ്പർ 2. മാൽദീവ്സിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാലിയിലേക്ക് വരാൻ 10 മിനിറ്റോളം ഫെറി നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന മനോഹാരിത ഇപ്പം മഴക്കോളായതുകൊണ്ടാണ് നമുക്ക് അത്ര ക്ലിയറായിട്ട് ആ ഒരു ബ്ലൂ നിറം കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ഇവിടെ ഇതുപോലെ അവരുടെ ആർമി ടൈപ്പ് അവരുടെ വരുന്ന ബോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദൂരെ കാണുന്നതാണ് എയർപോർട്ട്, വലേന ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബോട്ട് മുഖാന്തരം ഞാൻ ഇതിനു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ വിത്ത് അരവിന്ദിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. 15 റുഫിയ കൊടുക്കുമ്പോൾ വളരെ അനായാസം മാലേ സിറ്റിയിൽ വരാം. വന്നു കഴിഞ്ഞാൽ ജെട്ടി നമ്പർ 1, 2 ഇതെല്ലാം തന്നെ നമുക്കൊരു ടാക്സിയിൽ എത്തിച്ചേരാനായിട്ട് കഴിയുന്നതാണ്. മാൽദീവ്സിലെ ഒരു പ്രധാന ആകർഷണമാണ് മാഫുഷി. ഈ ബോട്ടിൽ മാഫുഷി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. മാഫുഷി എന്ന് പറയുന്ന വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായും സന്ദർശിക്കാവുന്ന ഒരു ഐലൻഡാണ്. മാൽദീവ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മാഫുഷി എക്സ്പ്ലോർ ചെയ്യാൻ ആരും മറക്കേണ്ട. അപ്പോൾ ഇതാണ് മാലേ സിറ്റിയുടെ ഒരു ഇൻട്രോ കാഴ്ചകളെന്ന് പറയുന്നത്.